സ്റ്റുഡൻസ് എഡ്യൂപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ 12 ആണ് എടുക്കുന്നത്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു എൻ്റെ ചാപ്റ്റർ വരുന്നത്. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പോയിൻ്റ് വൈസ് ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടേംസിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഫൈനൽ എക്സാമിൽ നേടാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംഗിൾ യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോടതികളുടെ നിയമവും വ്യവസ്ഥയും ഒരൊറ്റ നിയമത്തിനുള്ളിൽ ഉൾപ്പെടുന്നതാണ്. അതിനെയാണ് നമ്മൾ സിംഗിൾ യൂണിഫൈഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ന്യായവ്യവസ്ഥ അഖണ്ഡമായും ഏകീകൃതമായും മുഴുവൻ രാജ്യത്തിനുമുള്ളതാണ്. ഇനി ഇതൊരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ടോപ്പ് കോർണറിലായിട്ട് ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്ന ഏറ്റവും സുപ്രീം ആയിട്ടുള്ള കോടതിയാണ് സുപ്രീം കോർട്ട് എന്ന് വരുന്നത്. പിന്നെ അത് സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഹൈ കോർട്ട്സ് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെയും താഴെ ബിലോ ആയിട്ട് സെവറൽ ഡിസ്ട്രിക്ട് കോർട്ട്സ് വരുന്നുണ്ട്. പിന്നെ സെഷൻ കോർട്ട്സും വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് കോർട്ട്സിൻ്റെ ചുമതല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ കേസസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സെഷൻ കോർട്ട്സ് ആണെങ്കിൽ അത് ക്രിമിനൽ കേസസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറാർക്കി ഓഫ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഏറ്റവും പരമോന്നത കോടതി എന്നാണ് നമ്മൾ സുപ്രീം കോടതിനെ പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന കോടതിയാണ് സ്റ്റേറ്റ് ഹൈക്കോർട്ട്സ്. ഓരോ സ്റ്റേറ്റിലും ഓരോ ഹൈക്കോർട്ട്സ് ഉണ്ടാവും. പിന്നെ വരുന്നത് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ലോവർ കോർട്ട്സ് ആണ്. ഇതിൽ സെഷൻ കോടതി ഉണ്ട്, ഡിസ്ട്രിക്ട് കോടതിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹൈറാർക്കിയൽ സ്ട്രക്ചർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോന്ന് നോക്കാം. സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ അതോറിറ്റി. അപ്പം ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, സുപ്രീം കോർട്ടാണ് ഏറ്റവും വലിയ ജുഡീഷ്യൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സുപ്രീം കോർട്ടിൽ ജഡ്ജിമാർ വേണം. എത്രയൊക്കെ ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ വരുന്നത്? ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, കൂടാതെ 25 മറ്റ് ജഡ്ജിമാരും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ജഡ്ജിമാരായിരിക്കും നമ്മുടെ സുപ്രീം കോർട്ടിൽ ഉണ്ടാവുന്നത്. ഇനി ഇവരൊക്കെ നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. പ്രസിഡൻ്റാണ് ചീഫ് ജസ്റ്റിസിനെ മറ്റ് 25 ജഡ്ജിമാരെയും നിയമിക്കുന്നത്. ഇനി ഇവരുടെ ഒഴിവ് വരുന്നതാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒഴിവ് അല്ലെങ്കിൽ ഒഴിവ് സാധ്യത ഉണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസിനും മറ്റ് 4 മുതിർന്ന ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിക്കപ്പെടേണ്ടവരുടെ പേരുകൾ ശുപാർശ ചെയ്യുന്നു. അതായത് ഇൻ കേസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും ജഡ്ജിമാരുടെയും സീറ്റിലേക്ക് ഒഴിവ് വരുന്നതാണെങ്കിൽ ചീഫ് ജസ്റ്റിസും പിന്നെ പ്ലസ് 4 മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരും വരുന്ന ഒരു പാനലുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കൊളീജിയം പാനൽ എന്ന് പറയുന്നത്. അപ്പം ഇവരായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇവരുടെ ഒഴിവിലേക്ക് വരേണ്ട ജഡ്ജിമാരെ നാമനിർദ്ദേശം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പേര് ശുപാർശ ചെയ്യുന്നത് ഈ ഒരു കൊളീജിയം പാനലായിരിക്കും. നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്, കോടതിയിലെ കൊളീജിയത്തിന് ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പം ഇതിൻ്റെ കൊളീജിയം പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ടാവും, പ്ലസ് 4 മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാരും ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ആ ഒരു പാനലാണ് കൊളീജിയം പാനൽ എന്ന് പറയുന്നത്. ഇത് സുപ്രീം കോടതിൻ്റെ കേസിലാണ് കേട്ടോ. ഇനി ഇൻ കേസ് ഓഫ് ഹൈക്കോർട്ടിൻ്റെ കേസിൽ വരുന്നതാണെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ടാവും, കൂടാതെ 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും ആയിരിക്കും ഹൈക്കോർട്ടിൽ ഉണ്ടാവുന്ന കൊളീജിയം പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി പ്രസിഡന്റ് നിയമമന്ത്രാലയം അദ്ദേഹത്തിന് പേരുകൾ ശുപാർശ ചെയ്ത ശേഷം സുപ്രീം കോടതി ന്യായാധിപന്മാരുടെ നാമനിർദ്ദേശിതരെ നിയമിക്കുന്ന ഔപചാരിക ഉത്തരവാദിത്തം നിറവേറ്റുന്നു. അപ്പോൾ എന്താണ്? പ്രസിഡൻ്റാണ് ഇങ്ങനെ ലോ മിനിസ്ട്രീൻ്റെ നിയമ മന്ത്രാലയത്തിന്
പേര് കൊടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ന്യായാധിപന്മാരെ നിയമിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതിൻ്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജസ്റ്റിസുമാർ എത്ര പേരുണ്ട്, പിന്നെ അവരുടെ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ആരാണ് വരേണ്ടത്, ഇനിയിപ്പം അവരെ നിയമിക്കുന്നത് ആരൊക്കെയാണെന്നാണ് ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി നെക്സ്റ്റ് കാണുന്നത് അവരുടെ യോഗ്യതകളാണ്. യോഗ്യതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, മുൻപത്തെ ക്ലാസ്സിലൊക്കെ നമ്മളിപ്പോൾ പാർലമെൻ്ററി സിസ്റ്റമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനിയിപ്പോൾ പ്രസിഡൻറ്റിനെ നിയമിക്കുന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ കേസിലും ഫസ്റ്റ് ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം ഇന്ത്യയുടെ പൗരനായിരിക്കണം, ഹി ഓർ ഷീ. ഓക്കെ, അവർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അത് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിൻ്റാണ്. കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ, നിബന്ധനകൾ കൂടെ ഇവർ പാലിച്ചിരിക്കണം. ആ ഒരു നിബന്ധനകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് കുറഞ്ഞത് 5 വർഷത്തേക്ക് ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ ഒന്നിലധികം ഹൈക്കോടതികളിലെ ജഡ്ജിയായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അപ്പോൾ ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ കുറഞ്ഞത് 5 വർഷം ജഡ്ജി ആയിരിക്കുന്ന ഒരാളെ നമുക്ക് എന്താണ് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് പരിഗണിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കുറഞ്ഞത് 10 വർഷത്തേക്ക് ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിലധികം ഹൈക്കോടതികളിൽ അഭിഭാഷകനായിട്ട് പ്രവർത്തിച്ചിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ നിബന്ധന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറഞ്ഞത് 10 വർഷം ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ അഭിഭാഷകൻ, ലോയറായിട്ടാണ് കേട്ടോ പ്രവർത്തിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് കേസിൽ ജഡ്ജി തന്നെ ആവണം. അത് 5 വർഷത്തേക്ക് ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ ഹൈക്കോടതികളിൽ 10 വർഷം കുറഞ്ഞത് ലോയറായിട്ട് പരിചയം ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ അവൻ ഓർ അവൾ ശ്രദ്ധേയനായ ഒരു നിയമ പണ്ഡിതനായിരിക്കണം. ഇവിടെ അവൻ ഓർ അവൾ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി മെയിൽ ഓർ ഫീമെയിൽ ആകാം. അങ്ങനെ ജെൻഡറിൻ്റെ ഇനീക്വാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആരെ വേണമെങ്കിലും അതിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാം. ഇനിയിപ്പം എന്താ പറയുന്നത്, തേർഡ് പോയിന്റ് എന്താ പറയുന്നത്, ഒരു നിയമ പണ്ഡിതനായിരിക്കണം. നിയമത്തിൽ അത്രയ്ക്കധികം പരിജ്ഞാനം ഈ ഒരു വ്യക്തിക്ക്, സുപ്രീം കോടതിയിലെ ജഡ്ജി ആവുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം എന്നാണ് മൂന്നാമത്തെ നിബന്ധന വരുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആരനുസരിച്ചിരിക്കണം, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സുപ്രീം കോടതി ജഡ്ജിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് ഓഫ് റെക്കോർഡ്. എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ്? എക്സ്പ്ലെയിൻ കോർട്ട് ഓഫ് റെക്കോർഡ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി 2 പോയിന്റ്സ് അബൌട്ട് കോർട്ട് ഓഫ് റെക്കോർഡ്, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്താണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ എല്ലാ വിധികളും രാജ്യത്തെ എല്ലാ കോടതികളിലും നിലവിലുള്ള പ്രമാണങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതായത് ചില സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടികൾ, പിന്നെ അവരുടെ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ. കൂടാതെ ഓരോ കേസും നടത്തുമ്പോൾ, സുപ്രീം കോടതിയിൽ നടത്തുമ്പോൾ കിട്ടുന്ന എവിഡൻസ്, ഇതൊക്കെ ഒരു ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്തു വെക്കും. അപ്പം ഇത്തരം എടുത്തു വെക്കുന്ന ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പെർമനൻറ്റ് റെക്കോർഡ്. എന്താണ്, അവയെല്ലാം പെർമനൻ്റ് ആയിട്ടുള്ള, എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന റെക്കോർഡ്സ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ഈ ഒരു ഫ്യൂച്ചർ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലുള്ള ഇനി എന്തെങ്കിലും കേസ് തെളിയിക്കാനുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു റെക്കോർഡ് വീണ്ടും നമുക്ക് റെഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്റ് ആയിട്ട് എടുത്തു വെക്കുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. സുപ്രീം കോടതിയിലെ എല്ലാ വിധികളും രാജ്യത്തെ എല്ലാ കോടതികളിലും നിലവിലുള്ള പ്രമാണങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതായത് ഒരു സാധനം നമ്മളിപ്പം പല കാര്യങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞു വരുന്നുണ്ട്, മുൻപത്തെ പല കാര്യങ്ങൾ. അതെങ്ങനെയാണ്, പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ചിട്ടുള്ള പല പ്രമാണങ്ങളിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അവയിൽ നിന്നും അത് എന്താണ് ഒരു ഡോക്യുമെൻ്റ് അവരുടെ സൂക്ഷിച്ച് വെച്ചതാണ്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉള്ളതിനെ കൊണ്ട് നമുക്ക് അത് പഠിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ
ഇങ്ങനെ സുപ്രീം കോടതിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജഡ്ജ്മെൻറ്റ് പ്രൊസീഡിങ്സും എവിഡൻസൊക്കെ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അവരൊരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം താഴെ വരുന്ന എല്ലാ കോർട്സിനും ഹൈക്കോടതിക്കൊക്കെ ഇത് വീണ്ടും അവരുടെ കേസിന് വേണ്ടിയിട്ടും പരിശോധിക്കാം. നമുക്ക് അത് പരിശോധിച്ചിട്ട് ആ കേസിൻ്റെ വിധി നടത്തിപ്പ് നടത്താം. ഓക്കെ, അതിന് നിയമത്തിൻ്റെ പ്രാബല്യവും ഉണ്ടാക്കി. എല്ലാ താഴത്തെ കോടതികൾക്കും അത് ബാധകമാണ്. അപ്പോൾ ഹൈക്കോർട്ടിന് മാത്രമല്ല, ബിലോ വരുന്ന സെഷൻ കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്സ്, അങ്ങനത്തെ ഉള്ള സബോർഡിനേറ്റ് കോർട്സിനൊക്കെ എന്താണ് ഈ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് കോർട്ട് ഓഫ് റെക്കോർഡ് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിന് ഒരു നിയമത്തിൻ്റെ പ്രാബല്യവും ഉണ്ടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയാണ്, ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. അപ്പം സുപ്രീം കോർട്ടിൻ്റെ അധികാര പരിധി വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, രണ്ടാമത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, മൂന്നാമത് വരുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഇതിൽ 3 നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ചോദിക്കുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അപ്പലേറ്റ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അധികാര പരിധിയാണ് വരുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ പ്രാഥമിക കോടതി അധികാരം എന്ന് പറയും അല്ലേ. മറ്റേതെങ്കിലും കോടതിയിൽ ആരംഭിക്കാൻ സാധിക്കാത്ത സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരത്തിൽപ്പെട്ട കേസുകൾ. അപ്പം ഓർക്കുക, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അധികാര പരിധി ഉപയോഗിച്ചിട്ട് സുപ്രീം കോടതിയിൽ മാത്രമേ ഇത്തരം കേസുകൾ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. വേറെ നമുക്ക് താഴെയുള്ള ഒരു കോടതിക്കും ഈ ഒരു കേസുകൾ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിലേക്ക് ചെന്നിട്ട് നടത്തേണ്ട ചില കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലേക്ക് വരുന്നത്. അത് ശരിക്കും ഒരു പ്രത്യേക അധികാരം തന്നെയല്ലേ നമുക്ക് വരുന്നത്. കാരണം താഴെയുള്ളവർക്കൊന്നുമില്ല. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിക്കാണ് ഇതിനുള്ള അവകാശം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ പ്രാഥമിക കോടതി അധികാരമായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. സുപ്രീം കോടതിയുടെ അധികാരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ. അപ്പം പ്രത്യേക അധികാരമുണ്ട് സുപ്രീം കോടതിന് ചില കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന കേസുകൾ ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് സെക്ഷനിൽ തന്നെ എ പാർട്ട് വരുന്നത് ഇന്ത്യയുടെ സർക്കാർ ഒരു വശവും ഒന്നല്ലെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ മറുവശവും തമ്മിലുള്ള തർക്കങ്ങൾ. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഒരു ഭാഗത്ത്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് ഒന്നോ അതിലധികമോ വരുന്ന സംസ്ഥാനങ്ങൾ. ഓക്കെ, സംസ്ഥാന സർക്കാർ വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ എവിടെയാണ് കൊണ്ടെത്തുന്നത്? സുപ്രീം കോർട്ടിലായിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് അതിൽ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഒരു സംസ്ഥാനം, ഒന്ന് അല്ലെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മളെ ഉത്തർപ്രദേശ് സർക്കാരും ഒരു ഭാഗത്താണെന്ന് വിചാരിക്കാം. ഇനി അവരെ ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വേറൊരു 2-3 പാർട്ടിക്കാർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ 2-3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഇവരെ ഓപ്പോസിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ. ഇവരുടെ കേസൊക്കെ സുപ്രീം കോർട്ടിലായിരിക്കും നടത്തുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് വരുന്ന ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത്, ആ കേസിനൊക്കെ പരിഹാരം കണ്ടെത്തുന്നത് സുപ്രീം കോടതിയായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ മാത്രം, അവരെ മറുഭാഗത്ത് വരുന്നത് ഒന്നോ അതിലധികമോ സംസ്ഥാന സർക്കാരുകളായിരിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ ബി പാർട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ സർക്കാരും പ്ലസ് ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ ഒരു വശത്തും, മറ്റൊരു വശത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ മറുവശത്തും വരുന്നത്. മൂന്നാമത്തെ കേസിൽ വരുന്നത് 2 അല്ലെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ ഇത് നമ്മുടെ സുപ്രീം കോടതിയിലാണ് പോകുന്നത്. ഇനി ഇതിൽ തന്നെ ഇത് കൂടാതെ അടിസ്ഥാന അവകാശങ്ങളുടെ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ നടപ്പാക്കലിന്, അതിന് എന്തെങ്കിലും നമുക്ക് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നിർദ്ദേശങ്ങളോ പ്രമാണങ്ങളോ പുറപ്പെടുവിക്കാൻ ഇത് ശക്തിയുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, നേരിട്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും സുപ്രീം കോടതിയിലേക്ക്.
പിന്നെ മൂന്നാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അതായത് പൊതു താല്പര്യ ഹർജി. ഇത് പ്രകാരം നമുക്ക് കേസുകൾ നേരിട്ട് കേൾക്കപ്പെടാം. അപ്പോൾ പൊതു താല്പര്യ ഹർജിയും നേരിട്ട് തന്നെ സുപ്രീം കോടതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഫസ്റ്റ് കാര്യം പറയുന്നത് എന്താണ്, സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അത് 3 തർക്കങ്ങളും പരിഹരിക്കും. രണ്ടാമത് വരുന്നത് എന്താണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ. മൂന്നാമത് വരുന്നത് പൊതു താല്പര്യ ഹർജി. അപ്പോൾ ഇത്തരം 3 കേസാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പരമാധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പല്ലറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പല്ലറ്റ് ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് അപ്പീൽ കൊടുക്കുന്നത്. ഇതിനെ മലയാളത്തിൽ മേൽമുറയധികാരം എന്ന് പറയുന്നു. അതായത് താഴ്ന്ന കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ സ്വീകരിച്ച് അത് പരിഗണിക്കുകയും തീർപ്പാക്കുകയും ചെയ്യാനുള്ള ഒരു ഉന്നത കോടതിയുടെ അധികാരം. നമ്മൾ പലപ്പോഴായിട്ട് പല കലാമേളയിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. അവർ കുട്ടികൾ വന്ന് പറയും, ഞങ്ങൾ ഇനിയിപ്പം അപ്പീൽ കൊടുക്കുന്നുണ്ട്, അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, ഉറപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപ്പീൽ? അപ്പീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമൽ റിക്വസ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് ഉയർന്ന കോടതികളിലേക്കുള്ള, ലോവർ കോടതിയിൽ നിന്ന് ഉയർന്ന കോടതികളിലേക്കുള്ള ഒരു ഫോർമൽ റിക്വസ്റ്റ്. അതായത് ഒന്നെങ്കിൽ അവരുടെ ഒരു കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ റീകൺസിഡർ ചെയ്യാൻ, ഓൾറെഡി ഒരു കോടതി, താഴ്ന്ന ഒരു കോടതി എടുത്തിട്ടുള്ള ഡിസിഷനെ ഒന്നും കൂടെ റിവ്യൂ ചെയ്യാനോ റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പീൽ കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ സുപ്രീം കോടതീൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതീൻ്റെ താഴെ വരുന്നത് ഹൈക്കോർട്ടാണ്. അപ്പം ഹൈക്കോടതി വെച്ചിട്ട്, ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള കേസിനായിരിക്കും സുപ്രീം കോടതി അപ്പീൽ വെച്ചിട്ട് ഇവിടെ വിധി തീർപ്പാക്കുന്നത് കേട്ടോ. താഴ്ന്ന കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ സ്വീകരിച്ച് അത് പരിഗണിക്കുകയും തീർപ്പാക്കുകയും ചെയ്യാനുള്ള ഒരു ഉന്നത കോടതിയുടെ അധികാരം. ഇതാണ് അപ്പല്ലറ്റ് ജൂറിസ്ഡിക്ഷനിൽ ഫസ്റ്റ് ഒരു പോയിൻ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ അപ്പീൽ ഏതൊക്കെ കേസുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കുന്നത്? അപ്പീൽ ക്രിമിനൽ അല്ലെങ്കിൽ ഭരണഘടനാ കേസുകളിൽ നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന കേസുകൾ തന്നെ എന്തെല്ലാം? പിന്നെ സിവിൽ കേസുകളിലും അപ്പീൽ കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. സിവിൽ കേസുകളിലെ അപ്പീൽ. സിവിൽ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് താഴെ പറയുന്നത്. വിവാഹം, പണക്കരാർ, സേവനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ സിവിൽ കേസുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സിവിൽ കേസുകൾ ഉൾപ്പെടുന്നത്? വിവാഹം, പണക്കരാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സിവിൽ കേസുകൾ വരുന്നത്. ഇനി അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത് ക്രിമിനൽ കേസുകൾ നമ്മൾ പറഞ്ഞിട്ട്. ക്രിമിനൽ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈക്കോടതിയുടെ ഒരു ക്രിമിനൽ കേസിലെ വിധിക്കെതിരെ വിവിധ സാഹചര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. അപ്പം വിവിധ സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടുള്ള സാഹചര്യങ്ങളുടെ മാനത്തിൽ മാത്രമായിരിക്കണം നമ്മൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ സമർപ്പിക്കാൻ കഴിയും. അപ്പം സിവിൽ കേസ് എന്താണ്, ക്രിമിനൽ കേസ് എന്താണെന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് അവസാനത്തെ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത് ഭരണഘടനാ കേസുകളിലെ അപ്പീലാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വ്യാഖ്യാനങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്നതാണെങ്കിൽ നമുക്ക് ഇതിനെതിരെ ഒരു അപ്പീൽ കൊടുത്തിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 3 തരത്തിലാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനിൽ വരുന്നത്. അപ്പീൽസ് വരുന്നത് എന്താണ്? സിവിൽ കേസ്, ക്രിമിനൽ കേസ്, പിന്നെ ഭരണഘടനാ കേസുകളിലെ അപ്പീൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി ലാസ്റ്റ് വരുന്ന അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമർപ്പിത അധികാരപരിധി അല്ലെങ്കിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് നിങ്ങൾ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 143 അഡ്വൈസറി ജൂറിസ്ഡിക്ഷനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു സുപ്രീം കോടതിക്ക് നിർദ്ദേശാത്മകമായിട്ടുള്ള അഭിപ്രായം നൽകാൻ അധികാരപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാൻ കാരണം. സമർപ്പിത അധികാര പരിധി പ്രകാരം ഇന്ത്യയിലെ പ്രസിഡന്റിന് നിയമമോ പൊതുപ്രാധാന്യമുള്ള വിഷയമോ സംബന്ധിച്ച ഏതെങ്കിലും ചോദ്യങ്ങൾ സുപ്രീം കോടതിയിലേക്ക് ഉപദേശത്തിനായി അയക്കാം. എന്നാൽ സുപ്രീം കോടതിക്ക് ഉപദേശം നൽകേണ്ട നിർബന്ധമില്ല. അതുപോലെ തന്നെ പ്രസിഡന്റിന് അതിനെ സ്വീകരിക്കേണ്ടതുണ്ടെന്ന നിർബന്ധവുമില്ല. അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ് പറയുന്നതെന്ന് നോക്കാം.
അതായത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ പ്രകാരം നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, പ്രസിഡന്റിന് എന്തെങ്കിലും നിയമം അല്ലെങ്കിൽ പൊതുപ്രാധാന്യമുള്ള വിഷയം അതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടോ സുപ്രീം കോടതിയിലേക്ക് ഉപദേശത്തിനായിട്ട് ജസ്റ്റ് ഒന്നൊരു ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അയക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപദേശത്തിനായി അയച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഉപദേശം നൽകേണ്ട നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, പക്ഷെ ഇവിടെ നിർബന്ധം അവർ വെക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇനിയിപ്പം ആ ഒരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് അതിനെ സ്വീകരിക്കേണ്ട ഇതുണ്ടെന്ന നിർബന്ധവുമില്ല. അത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് തള്ളിക്കളയാം. ജസ്റ്റ് ഒന്നൊരു നമ്മളെല്ലാവരും ഒരു നിയമത്തിൻ്റെ ഉള്ളിലാണല്ലോ, ഒരാളുടെ ഉപദേശം കേട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും പ്രത്യേകിച്ചും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ലെന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സുപ്രീം കോടതിയുടെ അധികാരം വരുന്നത്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ആ അധികാരപരിധി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഹെഡിങ് ആയിട്ട് പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ട് ഉണ്ടല്ലോ, പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. മൗലിക അവകാശങ്ങളെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളെ പരിരക്ഷിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അതിനെന്തെങ്കിലും രീതിയിൽ ലംഘനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോർട്ടിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അടിസ്ഥാന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, റിറ്റ്സ് എന്നിവ പുറപ്പെടുവിക്കുന്നതിന് സംയുക്ത അവകാശമുണ്ട്. അപ്പോൾ എന്താണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും സംയുക്തമായിട്ട് തന്നെ നിർദ്ദേശങ്ങളും ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കാം. ഇതിൽ റിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. റിറ്റ്സ് എന്താണ്? റിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമൽ റിട്ടൺ ഓർഡറാണ്. ഈ ഒരു ഫോർമൽ റിട്ടൺ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂഡ് കോർട്ടിൽ വെച്ചിട്ടോ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലീഗൽ അതോറിറ്റി വെച്ചിട്ട്. അപ്പം റിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് റിറ്റ്സിൻ്റെ ഹേബിയസ് കോർപ്പസ്, പിന്നെ മാൻഡമസ്, ക്യൂ വാറൻറ്റോ, സെർട്ടോറിയറി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു റിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംയുക്തമായി പുറപ്പെടുവിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതിയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നു. ഇനി വേറൊരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ റിവ്യൂ ഓഫ് ഫിറ്റ്സ് ഓൺ ജഡ്ജ്മെൻ്റ് ആണ്. അതായത് സ്വന്തം വിധിയുടെ അവലോകനം. ഏതെങ്കിലും ഒരു കേസിൽ തീർപ്പാക്കി കഴിഞ്ഞാലും ജസ്റ്റ് അതൊന്ന് റീകോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനൊന്നും കൂടി റിവ്യൂ ചെയ്യാം അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ. സുപ്രീം കോടതി പുതിയ ചില തത്വങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്തുകയോ അതിൻ്റെ മുമ്പത്തെ വിധിയിൽ ഏതെങ്കിലും തെറ്റുണ്ടായതായി തോന്നുകയോ ചെയ്താൽ കേസ് പുനഃപരിശോധിക്കുകയും മുൻവിധി മാറ്റുകയും ചെയ്യുന്ന അധികാരം സുപ്രീം കോടതിയിലുണ്ട്. അപ്പോൾ എന്താണ്? ഒരു പ്രത്യേക അധികാരം തന്നെയല്ലേ ഇത് വരുന്നത്. സ്വന്തം വിധിയിൽ തന്നെ ഒന്നും കൂടെ ജഡ്ജ്മെൻറ്റ് മാറ്റി പറയാൻ പറ്റുന്നത്, പുനഃപരിശോധിച്ചിട്ട് വീണ്ടും ആ ഒരു വിധി മാറ്റാൻ കഴിയുന്ന ഒരു അധികാരം കൂടി സുപ്രീം കോടതിക്ക് വരുന്നുണ്ട്. അതാണ് സ്വന്തം വിധിയുടെ അവലോകനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലാണ് ഉൾപ്പെടുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇതൊക്കെ ഓരോ ഈ കോർട്ടുമായിട്ട് സംബന്ധിച്ച് എടുക്കുന്ന ചില ടേംസ് ആണ്. അപ്പം 2 മാർക്സിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു പ്രക്രിയയാണ്. ഇതിലൂടെ നീതിപീഠം ഒരു നിയമസഭ കൊണ്ടുവന്നതോ അല്ലെങ്കിൽ കാര്യനിർവാഹക തലത്തിലുള്ള ഒരു നടപടി ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പം ജുഡീഷ്യൽ റിവ്യൂ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്രയും സിമ്പിളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളും ഭരണ നടപടികളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ ആ ഒരു അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിൽ ഈ ഒരു കോടതിയിലുണ്ടല്ലോ ഒരു നിയമം അല്ലെങ്കിൽ സർക്കാർ നടപടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ കോടതിക്ക് അതിനെ റദ്ദാക്കാനുള്ള അല്ലെങ്കിൽ അസാധുവാക്കാനുള്ള കഴിവുണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഭരണഘടനയ്ക്കെതിരെയാണോ അല്ലെങ്കിൽ വിരുദ്ധമാണോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ നടപടി ആയിക്കോട്ടെ, അത് വിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് അതിനെ അസാധുവാക്കാൻ കഴിയുന്നതായിരിക്കും അല്ലെങ്കിൽ റദ്ദാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ന്യായ പരിശോധന എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് പറയാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സംരക്ഷിക്കുന്നുണ്ട് അത് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ പ്രകാരം. പിന്നെ ആണെങ്കിൽ സർക്കാരിൻ്റെ അധികാര ദുരുപയോഗം തടയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ ഓഫ് ലോ, നിയമത്തിൻ്റെ ആധിപത്യം ഉറപ്പാക്കുന്നുണ്ട്. എല്ലാവരും ഒരു നിയമത്തിൻ്റെ ഉള്ളിലാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അവസാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വരുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താല്പര്യ ഹർജി, PIL എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അപ്പം PIL എന്താണെന്ന് നോക്കാം. പൊതു താല്പര്യ ഹർജി കേസുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത പൊതു താല്പര്യത്തിലുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു കേസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും വേണമെന്നില്ല. സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തെ മുൻനിർത്തി നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വിഭാഗത്തിൽ പെടും. അതുകൊണ്ട് തന്നെയാണ് പൊതു താല്പര്യ ഹർജി പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് കേസ് കൊടുക്കാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിൻ്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിൻ്റെ ആ ഒരു പരിധിയിൽ ഏറ്റവും സുപ്രീമായിട്ട് പരിധി വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും കൂടെയാണ്. ഇതിൽ നേരിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് ഒന്നും കൂടെ വ്യക്തമായിട്ട് നോക്കാം. കോടതിക്ക് പൊതു താല്പര്യ ഹർജി സ്വീകരിക്കാനുള്ള പ്രത്യേക അവകാശമുണ്ട്. അപ്പോൾ ആലോചിക്കേണ്ടതാണ് ഈ ഒരു പോയിന്റ് നമ്മൾ ഫസ്റ്റ് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് ഒരു പ്രത്യേക അവകാശമാണ് സുപ്രീം കോടതിക്ക് വരുന്നത്. പൊതു താല്പര്യ ഹർജിയുടെ ആശയം ജസ്റ്റിസ് PN ഭഗവതി അവതരിപ്പിച്ചതാണ്. പത്രപ്രവർത്തകരിൽ നിന്നും അഭിഭാഷകരിൽ നിന്നും സാമൂഹിക പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന കത്തുകൾ മാത്രമല്ല പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും സുപ്രീം കോടതി നിരവധി പൊതു താല്പര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പൊതു താല്പര്യ ഹർജിയിലേക്ക് വേണ്ടിയിട്ടുള്ള കേസ് കിട്ടുന്നത്? എങ്ങനെയാണ്? അത് പത്രപ്രവർത്തകർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പിന്നെ ലോയേഴ്സിന്, അവിടുത്തെ അഭിഭാഷകർക്ക് വേണമെങ്കിൽ, കൂടാതെ സാമൂഹിക പ്രവർത്തകർ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന കത്തുകൾ മുഖേന അതൊരു കേസാക്കി എടുക്കാം പൊതു താല്പര്യത്തോടുള്ള. കാരണം അത് ഒരാളെ മാത്രം വെച്ചിട്ടല്ല, മൊത്തത്തിൽ ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് ഏറ്റെടുക്കാം. കൂടാതെ ചില പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും നേരിട്ട് ആരും തന്നെ കേസ് കൊടുത്തില്ലെങ്കിൽ പോലും അത് പൊതു താല്പര്യമുള്ള പ്രാധാന്യമുള്ളൊരു സംഭവമാണെന്ന് വിചാരിച്ച് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലും സുപ്രീം കോടതിക്ക് പൊതു താല്പര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു കത്ത് മുഖേന കോടതിയെ സമീപിക്കാനാകും. സുപ്രീം കോടതി അതിനെ പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട വിഷയമായി കണക്കാക്കുകയാണെങ്കിൽ ആ കത്ത് ഹർജിയായി പരിഗണിച്ച് വിചാരണക്ക് ഉത്തരവിടുകയും പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ് പറഞ്ഞു വരുന്നത്? ഒരു വ്യക്തിക്ക് കത്ത് മുഖേന ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യ ഹർജിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വൽ കേട്ടോ. അപ്പം ഈ സ്വീകരിക്കുന്ന സുപ്രീം കോടതിക്ക് ഇത് തോന്നണം, ഇത് അയാളുടെ മാത്രം പ്രശ്നമല്ല, ഒരു ചെറിയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു സെർട്ടൈൻ ഭാഗങ്ങളിൽ വരുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നതാണെങ്കിൽ ആ ഒരു വിഷയത്തിനെ ഹർജിയായിട്ട്, ആ ഒരു കത്തിനെ ഹർജിയായിട്ട് പരിഗണിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതിനെ വിചാരണക്ക് ഉത്തരവിടാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. വിചാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു കേസിൻ്റെ വിധി അല്ലെങ്കിൽ ഉത്തരവ് അല്ലെങ്കിൽ കോടതി നടപടിക്രമങ്ങളെക്കുറിച്ച് വരുന്ന ഔദ്യോഗിക വിവരണങ്ങൾ എന്നിവയാണ് നമ്മൾ കോടതി വിചാരണ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു കത്ത് മുഖേന നമുക്ക് ഹർജിയായിട്ട് പരിഗണിച്ച് അത് വിചാരണക്ക് ഉത്തരവിടുകയും പൊതു താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും സുപ്രീം കോടതിക്ക് അവകാശമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയാനുള്ളൂ. ചെറിയൊരു ചാപ്റ്ററാണ് വരുന്നത്. സുപ്രീം കോടതിയെക്കുറിച്ച് പഠിച്ചു. ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോടതിയാണ്. അതിൽ ചീഫ് ജസ്റ്റിസും ബാക്കി 25 ജഡ്ജിമാരും വരുന്നുണ്ട്. കൂടാതെ നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, അതിൻ്റെ അധികാര പരിധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ കോർട്ട് ഓഫ് റെക്കോർഡിനെ കുറിച്ച് ചർച്ച ചെയ്തു, ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ന്യായപരിശോധന എന്താണെന്ന് പറഞ്ഞു, അവസാനം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് പൊതു താല്പര്യ ഹർജിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.